ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടുന്ന ചില ഗൗരവമായ തിരിച്ചറിവുകളുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് ദൈവവചന ധ്യാനത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ്. ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ ചില തിരിച്ചറിവുകൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീരട്ടെ. ഒന്നാമത്, ദൈവം ആരാണ്? ദൈവത്തിൻ്റെ പരമാധികാരവും ശക്തിയും എന്താണ്? രണ്ട്, ദൈവത്തോടു കൂടി നടക്കുന്നവനിൽ പ്രകടമാകുന്ന ചില പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ കൂടെ നടക്കുന്നവന് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് തിരുവചന ധ്യാന സമയം നമുക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവവചന ധ്യാന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 24-ാം സങ്കീർത്തനമാണ്. 10 വാക്യങ്ങളുള്ള ഈ 24-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ്: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് നമ്മൾ കാണുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ ആ ഒരു പരമമായ അധികാരത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചില സമയങ്ങളിലെങ്കിലും നമ്മൾ അതിനെ തിരിച്ചറിയാതെ മറ്റു പലതിനെയും വലുതാക്കി കാണാറുണ്ട്, ചിന്തിക്കാറുണ്ട്. പക്ഷെ വേദപുസ്തകം പഠിക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്തെ വാണരുളിയ ധാരാളം ചക്രവർത്തിമാർ, മഹാരഥന്മാർ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ പലരുടെയും ആ ഒരു ധനവും മഹത്വവും പ്രതാപവുമെല്ലാം വളരെ കുറച്ചു നാൾ മാത്രമേ നിന്നിട്ടുള്ളൂ. ഒന്നാമത് വചനത്തിലേക്ക് നമ്മൾ പോകാം. ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ, അദ്ദേഹത്തിൻ്റെ പട്ടണം. അലക്സാണ്ടർ രാജാവിനെ കുറിച്ച് ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുണ്ട്, ഇല്ലേ? വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഈ ലോകത്തെ മുഴുവനും തൻ്റെ വരുതിയിലാക്കിയ ഒരു ധീരയോദ്ധാവായിരുന്നു അദ്ദേഹം. പക്ഷേ തൻ്റെ ആ ഒരു യൗവന കാലത്തിൽ തന്നെ രോഗം ബാധിച്ച് ഒരു അനന്തരാവകാശം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് എത്രയോ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവരുടെയൊക്കെ ഭരണ രീതികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ കാലഘട്ടങ്ങൾ, അതിൻ്റെ പ്രതാപങ്ങളൊക്കെ എത്ര വേഗമാണ് അസ്തമിച്ചത്. നെപ്പോളിയൻ ബോണപ്പാട്ടെന്ന് കേട്ടിട്ടുണ്ടാകും, ഇല്ലേ? അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. ലോകത്തെ ഞെട്ടിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് അദ്ദേഹത്തിൻ്റെ പതനം നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: മനുഷ്യൻ്റെ പണവും പദവിയും അധികാരങ്ങളുമെല്ലാം ക്ഷണികമാണ്. ഇതിനെല്ലാം മീതെയാണ് പരമാധികാരിയായ ദൈവമെന്നുള്ളത്. പഴയ നിയമ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ നമുക്കറിയാനായിട്ട് പറ്റുന്നത്, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് യഹോവയാം ദൈവം അവകാശം വിഭജിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ലാൻഡ് ബിലോങ്സ് ടു ദ ലോർഡ്. ഭൂമി ദൈവത്തിനുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: നമ്മൾ പിശാചിനെയോ ലോകത്തിൻ്റെ ശക്തികളെയൊക്കെ എത്ര വലുതായി നമ്മൾ കണ്ടാലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതിൻ്റെ മേലെല്ലാം അധികാരമുള്ള പരമാധികാരിയായ ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, രാജാവിൻ്റെ ഹൃദയവും ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുകയാണ്. തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അതിനെ തിരിക്കുവാൻ അവിടത്തേക്ക് അധികാരമുണ്ട്. ഭരണകൂടങ്ങളെയും ചക്രവർത്തിമാരെയും വാഴിക്കുന്നതും ഒരു കാലം കഴിയുമ്പോൾ നീക്കുന്നതും ദൈവമാണ്. ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്നത് പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകം പഠനത്തിലൂടെയാണ്. അവിടെ അദ്ദേഹം കണ്ട ആ ഒരു ബിംബവും പിന്നീട് നടക്കുന്ന നാൾ വഴികളിൽ മാറി മാറി വരുന്ന ഭരണവും, ബാബിലോണിയ ഭരണകൂടം, മേദ്യ പേർഷ്യൻ യവനായ സംസ്കാരം, അതിനുശേഷമുള്ള റോമൻ ഭരണകൂടം, ഇങ്ങനെ ഭരണങ്ങൾ മാറി മാറി വരുന്ന കാലം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒന്നാമത് നമുക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ: ദൈവം പരമാധികാരിയാണ്, സകലത്തിനു മേലും അധികാരമുള്ളവൻ ദൈവമാണ്. 1-2 വാക്യങ്ങൾ നമുക്ക് നൽകി തരുന്ന ഈ
ഒരു അറിവ് ചെറുതല്ല, വളരെ ഗൗരവമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ കർത്താവെ, അവിടുന്ന് സകലത്തിനും മീതെ അധികാരമുള്ളവനാണ്, സർവശക്തിയാണ്, സർവശക്തിമാനാണ്, സർവവ്യാപിയാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവമാണ്. ഇതാണ് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. അടുത്തത് 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-4 വാക്യങ്ങൾ 2 ചോദ്യങ്ങളാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? എല്ലാ കാലവും ദൈവഭക്തന്മാർ ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. കാരണം ദൈവം വിശുദ്ധനായതുകൊണ്ടും ദൈവത്തിന്റെ വിശുദ്ധിക്ക് മാറ്റമില്ലാത്തതായതുകൊണ്ടും ആർക്ക് ദൈവത്തോടു കൂടെ നിൽക്കാൻ പറ്റും, ആര് ദൈവത്തോടു കൂടെ വസിക്കും എന്നുള്ള ചോദ്യങ്ങൾ എല്ലാ കാലത്തും ദൈവഭക്തന്മാർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചോദ്യം തന്നെയാണ് ഈ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരവും ആ വാക്യത്തിൽ നൽകി തന്നിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. വെടിപ്പുള്ള കയ്യ്, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വെക്കാത്തവൻ, കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. 4 കാര്യങ്ങളാണ്. ഞാൻ ഈ ഒരു 4 കാര്യത്തെ 3 കാര്യമാക്കി ചുരുക്കി നിങ്ങളോട് പറയുകയാണ്. വെടിപ്പുള്ള കയ്യ്, അടുത്തത് നിർമ്മല ഹൃദയമുള്ളവൻ, കള്ളസത്യം ചെയ്യാത്തവൻ. 3 കാര്യങ്ങളാണ്. 1 നമ്മുടെ കൈകൾ, 2 നമ്മുടെ ഹൃദയം, 3 നമ്മുടെ നാവ്. ഈ 3 കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നവനിൽ നിന്ന്, ദൈവത്തോടു കൂടെ വസിക്കുന്നവനിൽ നിന്ന് പ്രതിഫലിക്കേണ്ടുന്ന ചില ദൈവിക ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അവന്റെ കൈകളാണ്. അവന്റെ കൈകൾ, അശുദ്ധമായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവന്റെ കൈകൾ ദൈവസന്നിധിയിലേക്ക് വന്ന് വാസ്തവമായും ദൈവിക കൂട്ടായ്മയിലാകുമ്പോൾ ആ കൈകൾ തിന്മയായത് പ്രവർത്തിക്കുവാൻ പോകാതെ, അനീതിക്ക് വേണ്ടി അതെ ഓടാതെ, സത്യമായത് പ്രവർത്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനുമായും ഒരുക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദുഷ്ടത ബാധിച്ച, ആത്മീയമായി മരണപ്പെട്ട മനുഷ്യന്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ദൈവികമായ ഒരു ഇടപെടിയിൽ ആ ഹൃദയത്തിന്റെ അകത്തുണ്ടാകുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത് അത് ഒരു നല്ല ഹൃദയമായി മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. 3-ാമത്തേത് നാവാണ്. അശുദ്ധിയും അസഭ്യവർഷങ്ങളും അശ്ലീല ചുവയുള്ള വാക്കുകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവുകൾ വാസ്തവമായി ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ ആ നാവുകൾ ശുദ്ധീകരിക്കപ്പെടുകയും ആ നാവുകൾ കേൾക്കുന്നവർക്ക് ആത്മീക വർധനവിന് ഉതകുന്ന വാക്കുകൾ പുറത്തു വരുന്ന ആ നാവായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ദൈവത്തോടു കൂടി ഒരു വ്യക്തി നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? എങ്ങനെയാണ്? ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആത്മീയതയുടെ അടയാളമായി നമ്മൾ വെച്ചിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്. നല്ലതാണ്, അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് നല്ലതാണ്. പക്ഷേ യഥാർത്ഥമായ ആത്മീയത പ്രതിഫലിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട്. നമ്മുടെ ആന്തരികമായ വിശുദ്ധി, ആന്തരികമായ രൂപാന്തരം ബാഹ്യമായ ചില പ്രവൃത്തികളിലൂടെ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ദൈവത്തോടുകൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ്. ശുദ്ധിയുള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറും എന്നുള്ളതാണ്. ദൈവത്തെ കാണുമ്പോൾ നമ്മുടെ കണ്ണുകളും നമ്മുടെ കൈകൾക്കും മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. സത്യമല്ലേ? പ്രവാചകനായ യെശയ്യാവിനെ കുറിച്ച് ഞാൻ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നാവിന് ശുദ്ധീകരണം ആവശ്യമായിട്ട് വന്നു, അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. യേശു കർത്താവ് പറഞ്ഞത് തന്നെ എന്താണ്? ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം. നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നന്നായി നമുക്ക് മനസ്സിലാകും നമ്മൾ ആരാണെന്നുള്ളത്. അതുകൊണ്ട് അതിന് കൂടുതൽ വലിയ ആഴമായ വിവേചനപരത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരു വ്യക്തിയെ ശ്രദ്ധിച്ച് കുറച്ച് സമയം നോക്കിയാൽ മതി, നമുക്കറിയാൻ പറ്റും ആ വ്യക്തി ആത്മീയനാണോ അല്ലയോ എന്നുള്ളത്. കാരണം ആന്തരികമായ വിശുദ്ധി ബാഹ്യമായ പ്രകടനങ്ങളിലൂടെ ഉറപ്പായും പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. 3 കാര്യങ്ങൾ നമ്മൾ അവിടെ ചിന്തിക്കുകയാണ്. അടുത്തത് അതിവേഗം നമുക്ക് മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം എന്ന് പറയുന്നത് 5-ാമത്തെ വാക്യമാണ്. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. വേദപുസ്തകം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അനുഗ്രഹത്തെ ഓടി അവകാശമാക്കുവാൻ പറ്റുന്നൊരു കാര്യമല്ല. അനുഗ്രഹം തനിയെ വരുന്നതാണ്. കാരണം ദൈവത്തെ വാസ്തവമായി അന്വേഷിച്ചാൽ ആ അന്വേഷിക്കുന്നവന് ചിലത് കൊടുക്കുക എന്നുള്ളത് ദൈവിക നീതിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഇങ്ങനെയുള്ളവൻ യഹോവയിൽ നിന്ന്
അതെ, അനുഗ്രഹം പ്രാപിക്കും, ദൈവത്തിൽ നിന്ന് നീതി പ്രാപിക്കും. യഥാർത്ഥമായ നീതി കാൽവറിയിലെ ക്രൂശ് മരണത്തിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതിയാണ്. ആ നീതിയും ആ നീതീകരണവും വീണ്ടും ജനനവും മാത്രമേ നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കത്തുള്ളൂ. അത് അനുഭവിക്കുവാൻ കഴിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അനുഭവിക്കുക എന്നുള്ളതാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. കണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ ലക്ഷണങ്ങൾ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ. അങ്ങനെ ഒരു തലമുറയെ ദൈവം ശരിക്കും എടുത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണെന്നുള്ളതാണ് സത്യം. കാരണം ധാരാളം ആളുകളുമായി സംസാരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിത്യതയ്ക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെ അനേകരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ആ ഒരുക്കത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുമ്പോൾ നമ്മളതിനെ ലാഘവത്തോടെ നിസ്സാരമാക്കി കളയാതെ വളരെ ഗൗരവത്തോടെ അതീവ ജാഗ്രതയോടെ ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോവുക. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ദൈവത്തെ അന്വേഷിക്കുന്നവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ. ഏറ്റവും ഒടുവിൽ നമ്മൾ വരുമ്പോൾ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുക, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിക്കുക. ഇങ്ങനെയാണ് ആ വാക്യം താഴോട്ട് പോകുന്ന. ആ വാക്യങ്ങൾ മുഴുവനും ഞാൻ പറയുന്നില്ല. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ വാതിലുകൾ, പണ്ടേയുള്ള കതകുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവത്തിൻ്റെ ആ ഒരു സർവവ്യാപിത്വം ഒന്ന്. 2, ദൈവം അനാദിയായുള്ളവനാണ്, നിത്യനായ ദൈവമാണ്. പ്രവാചകനായ ദാനിയേലിന്റെ ഒക്കെ പുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും, ഇല്ലേ? ദൈവം അനാദിയായുള്ള ദൈവമാണ്, നിത്യനായ ദൈവമാണ്. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ എന്ന് പറയുമ്പോൾ കാലങ്ങളിൽ, അതെ, ചരിത്രങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഇടപെടിയിൽ കാണാനായിട്ട് പറ്റും. ഉന്നതനായ ദൈവത്തെ നമുക്ക് കാണാനായിട്ട് പറ്റും. ചരിത്രത്തിന്റെ താളുകളിൽ ഓരോ കാലങ്ങളിലും ദൈവം ഇടപെട്ട വഴികളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ഒടുവിൽ നമ്മൾ വരുമ്പോൾ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ 1000 ആണ്ട്, ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയുള്ള ചില ചിന്തകളുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നാം സേവിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. അതെ, ചരിത്രം മാറിക്കൊണ്ടിരിക്കും, ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും, മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാറ്റമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ, ഗതിഭേഗത്താൽ അതെ ആച്ഛാദനം സംഭവിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് അനന്യനായ നിത്യനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് തിരിച്ചറിയാം, മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ആത്മീകമായ തിരിച്ചറിവുകൾ അധികം ദൈവത്തോടു കൂടെ നടക്കുന്നതിന് നമുക്ക് സഹായകമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഈ 24-ാം സങ്കീർത്തനം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു അനുഗ്രഹമായി കർത്താവ് തീർത്തു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.